ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഗത്ഭനായൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം കഴിവ് തെളിയിച്ച മികച്ച ഒരു അധ്യാപകനായിരുന്നു. അധ്യാപന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതിന് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരു വിശിഷ്ട ദിനമായി ആചരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം നിർദ്ദേശിക്കുന്നത് തൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാനാണ്. അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ആദരിക്കുന്ന ഒരു ദിനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ 1962 സെപ്റ്റംബർ 5 മുതൽ ദേശീയ അധ്യാപക ദിനം ആചരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ വിപുലമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചൊരു അധ്യാപകൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അധ്യാപനം എന്ന് പറയുന്ന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ ഒരു ദിനത്തിൽ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ഗതകാലങ്ങളിൽ ഉള്ള ഈ ദിനാചരണങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപനം എന്ന് പറയുന്നത് മഹത്വമായ ഒരു കലയാണ്. എല്ലാ തൊഴിലിനെയും പോലെ ഒരാൾക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അധ്യാപനം എന്ന് പറയുന്നത്. ഒരാൾക്കൊരു മികച്ച അധ്യാപകനാവണമെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന കല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് അലിഞ്ഞു ചേരേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ചില പൊടിക്കൈകളിലൂടെ ഒരു അധ്യാപകനാക്കി മാറ്റാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. അധ്യാപനം എന്ന് പറയുന്നത് അത് വളരെ വിലപ്പെട്ട ഒരു കർമ്മമാണ്. ആ കർമ്മത്തിൽ ഏർപ്പെട്ട ഒരാൾക്ക് അതിൻ്റെതായ മഹത്വം ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കറിയുന്നത് പോലെ ഒരുപാട് തൊഴിൽ മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. ഈ തൊഴിൽ മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്കിതൊരു കല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അധ്യാപനം ഒരു തൊഴിലായി നമ്മൾ കണ്ടാൽ പോലും ഇത്തരം തൊഴിൽ മേഖലകളിൽ നിന്ന് അധ്യാപനം എന്ന് പറയുന്ന തൊഴിൽ അത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ മഹത്വവുമുണ്ട്. ആ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. ഒന്നും ഒന്നിനേക്കാൾ മികച്ചതോ താഴെയോ എന്ന് നമുക്ക് പറയാനാവില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അധ്യാപന മേഖല എന്ന് പറയുന്നത് അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ജീവനുള്ളൊരു തലമുറയാണ്. മറ്റു മേഖലകളിൽ ഒരു പക്ഷേ നമുക്ക് ജീവനില്ലാത്ത ഖരവസ്തുക്കളെയൊക്കെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അധ്യാപന മേഖലയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് ജീവനുള്ള ഒരു തലമുറയാണ്. തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഈ കുഞ്ഞു മക്കളെ, ഈ ജീവനുള്ള ഈ ഒരു തലമുറയെ നേരായ മാർഗത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവിടെ വലിയൊരു മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന സമൂഹത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിനുമൊക്കെ ഉതകുന്ന ഉത്തമ പൗരന്മാരാക്കി അവരെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യമാണ് അധ്യാപന മേഖലയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിനാചരണങ്ങൾക്ക് കുറവില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ അധ്യാപക ദിനം എന്ന് പറയുന്നതിന് വലിയ മഹത്വം ഇന്നും നിലനിൽക്കുന്നതും അത് വിപുലമായി ആചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അധ്യാപനം ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ കല തന്നെയാണ്. നമുക്ക് അധ്യാപനത്തെയും അധ്യാപകരെയും കുറിച്ചൊക്കെ നമ്മുടെ വേദഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആപ്തവാക്യങ്ങളും ഒക്കെ സൂചിപ്പിച്ചത് ധാരാളം നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്കൊക്കെ സുപരിചിതമായൊരു വചനമുണ്ട്, ഒരു വാക്യമുണ്ട്. മാതാ പിതാ ഗുരു ദൈവം നാലിനെയും തുല്യ പ്രാധാന്യമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവും പിതാവും ഗുരുവും അത് ദൈവത്തിന് തുല്യമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് വഴി കാണിക്കുന്നവരാണെന്ന് പറഞ്ഞ് പലവിധ വ്യാഖ്യാനങ്ങളും അതിന് നൽകപ്പെടുന്നുണ്ടെങ്കിലും ആ മേഖലയിൽ അവരെ തുല്യമായിട്ടാണ് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അധ്യാപന മേഖല നിർവഹിക്കുന്ന ആ ഒരു വലിയ ദൗത്യം കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ 2025 അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളൊരു അധ്യാപകരോട് എന്താണ് അധ്യാപക ദിനത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ മേഖലയിൽ സംതൃപ്തമായി തങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ അധ്യാപകർ മാറിയിരിക്കുകയാണ്. അധ്യാപകരുടെ കൈകളിലേക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി തങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിലേക്ക് വരുന്ന തൻ്റെ ക്ലാസ് റൂമിലെ തൻ്റെ വിദ്യാലയത്തിലെ ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ അതെല്ലാം സ്വന്തം രക്തത്തിൽ പറന്ന കുട്ടികളായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതുതന്നെയാണ് അധ്യാപകർക്ക് ഇന്നും അന്നുമൊക്കെ പറയാനുള്ളത്. ആ ഒരു കാഴ്ചയിൽ തൻ്റെ കുട്ടിയാണ് ഇത്, താൻ വളർത്തിയെടുക്കേണ്ട
താൻ മാറ്റിക്കൊണ്ടുവരേണ്ട കുട്ടിയാണെന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ആ അധ്യാപകർ കുട്ടികളിൽ കാണുന്ന നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ കാണുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതിനെ ഗുണദോഷിക്കുകയും ആവശ്യമെങ്കിൽ അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള ശിക്ഷകൾ നൽകുകയൊക്കെ ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ പാരമ്പര്യമൊക്കെ. പക്ഷെ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? അധ്യാപകരെ ഭീകരജീവികളായി ചിത്രീകരിക്കപ്പെട്ടു. അവർ ചൂരൽ പ്രയോഗം നടത്തി കുട്ടികളെ അതിശക്തമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെ ഇടക്കാലങ്ങളിൽ ശക്തമായ പ്രചരണങ്ങൾ കൊടുത്തു. ആ പ്രചരണങ്ങളൊക്കെ ഏറ്റുപിടിച്ച് അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? അവരുടെ കൈകളിലുള്ള ചൂരലുകൾ നിരോധിക്കപ്പെട്ടു. ക്ലാസ് റൂമിലേക്ക് വടിയൊന്നും പാടില്ല. പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും അധ്യാപകരൊക്കെ ക്ലാസ് റൂമിലേക്ക് പോകുന്നത് കുട്ടികളെയൊക്കെ തല്ലിച്ചതക്കാനാണെന്ന്. അതൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും നിർവഹിച്ചിട്ടുമില്ല. പക്ഷേ ആ രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ കൊടുത്തു. അവസാനം ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഒരുപാട് കമ്മീഷനുകൾ, ഒരുപാട് നിയന്ത്രണങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ. എന്താ ഇന്ന് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അവർക്കുള്ള അവധിക്കാല പരിശീലനങ്ങളും മറ്റുമൊക്കെ നൽകുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ കുട്ടികൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, തുടരുത്, നോക്കരുത്. ഇതെല്ലാം മറ്റു പലതുമായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ കുട്ടികളിൽ കാണുന്ന തിന്മകളെ, അരുതായ്മകളെ, ആ അരുതായ്മകളോട് അരുതെന്ന് പറയാൻ അധ്യാപകർക്കിന്ന് കഴിയാത്തൊരവസ്ഥ. അധ്യാപകർ നിസ്സഹായരാവുകയാണ്. ഞാൻ എന്തു ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പോലും ആ കുട്ടികളോട് ഞാൻ അവരിൽ കാണുന്ന അരുതായ്മകൾക്ക് അരുതെന്ന് പറഞ്ഞാൽ അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തനിക്കെതിരെ പോലും അവർ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ഈ അധ്യാപകനെ ഇല്ലാതെയാക്കപ്പെടുന്ന ഒരവസ്ഥ വരെ ഇന്ന് നമ്മൾ സർവ്വവ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അധ്യാപന ദിനം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുമ്പോൾ അധ്യാപകരൊക്കെ ഇന്ന് ഒരുപാട് വേദനകളാണ് പങ്കുവെക്കുന്നത്. സ്വതന്ത്രമായി തങ്ങളുടെ കുട്ടികളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് ആ പൂർവ്വകാലങ്ങൾ തിരിച്ചു ലഭിക്കണം. പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അന്നൊക്കെ പൂർവ്വകാലങ്ങളെ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതികൾ എന്താ? പൂർവ്വകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളെ വളരെ നിശിതമായി വിമർശിക്കും. എന്നിട്ട് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരും. ആ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വിമർശിച്ചിരുന്നതിൻ്റെ മഹത്വം കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിയാം. അക്ഷരങ്ങളെ പഠിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു, ചൊല്ലിപ്പഠിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. നമ്മളതിനൊക്കെ നിശിതമായി വിമർശിച്ചു, അതിൻ്റെ പോരായ്മകളെ മാത്രം വിളിച്ചു പറഞ്ഞു. ഇപ്പോഴോ നമ്മുടെ തലമുറകളുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും തൃപ്തികരമായി അധ്യാപന രംഗം കഴിഞ്ഞു പോരുന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആണ് അധ്യാപക സമൂഹമുള്ളത്. പരിഷ്കരണങ്ങളൊക്കെ വേണം. വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അതൊക്കെ നടത്തുമ്പോഴും അധ്യാപകർക്ക് സ്വതന്ത്രമായി തങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൂടെ സൃഷ്ടിക്കപ്പെടണം. അതില്ലാതെയാകുമ്പോഴാണ് അധ്യാപനം എന്ന് പറയുന്ന ആ മികച്ച കല കേവലം ഒരു തൊഴിലിലേക്കായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ തൊഴിലാണ് ഇനി നിർവഹിക്കാൻ പോകുന്നത്. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമചതുരമുണ്ട്. ഈ ചതുരത്തിനകത്തു നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ നിർവഹിക്കണം. അതിലപ്പുറത്തേക്കൊരു വിശാലമായ ലോകത്തേക്ക് പോയി തൻ്റെ കുട്ടിയെ, തൻ്റെ കുട്ടികളിൽ കാണുന്ന നന്മകളെ പ്രോത്സാഹിപ്പിച്ച് അവരിലുള്ള അരുതായ്മകൾക്ക് അരുതു പറഞ്ഞ് നേരായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ആ ഒരു സാഹചര്യം അധ്യാപകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപക ദിനാഘോഷം അത് ആചരിക്കുമ്പോൾ അധ്യാപകർക്കൊക്കെ വേണ്ടത് ആ പൂർവ്വകാലങ്ങൾ തിരിച്ചു ലഭിക്കലാണ്. അങ്ങനെ ലഭിക്കുമ്പോഴാണ് അധ്യാപനം എന്ന് പറയുന്ന ആ മഹത്തായ കലയുടെ അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പുതിയ യുഗമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി അതിശ്രീകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI കാലഘട്ടത്തിലാണ്. അവിടെ അധ്യാപകൻ്റെ സാന്നിധ്യം എന്തെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. AI അതിൻ്റെ മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകർക്കും ക്ലാസ് റൂമിനകത്ത് ഒരുപാട് പൊടിക്കൈകളിലേക്ക് മാറേണ്ടി വന്നു. ഇന്ന് 30 സെക്കൻഡുള്ള വീഡിയോകളാണ്. ഇന്ന് സ്റ്റാറ്റസിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും ആ മേഖലയിൽ ഒരുപാട് കൃത്രിമത്വം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്തെ വിദ്യാലയത്തിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനം, അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അവിടുത്തെ രക്ഷിതാക്കളിലൂടെയോ അവിടുത്തെ അധ്യാപകരിലൂടെയോ കുട്ടികളുടെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എൻ്റെ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിൽ അത്തരത്തിലില്ല എന്നുള്ളതാണ്. ഇവിടെ അധ്യാപകൻ നിർബന്ധിതനായിരിക്കുകയാണ്. എന്നാൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയുടെ യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അവിടെ പരിശോധിക്കപ്പെടുന്നില്ല.
അവിടെയൊക്കെ ഇന്ന് അപക്വമായ പ്രവർത്തനങ്ങളിലേക്ക് അധ്യാപകൻ നിർബന്ധിതനാവുകയാണ്. ഇതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിത്തീരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ അധ്യാപക ദിനാഘോഷം അത് നമ്മൾ ആചരിക്കുമ്പോൾ പുനർവിചിന്തനമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നേറ്റത്തിൽ എല്ലാ അധ്യാപകരും സംതൃപ്തരാണോ എന്ന ചോദ്യത്തിന് ആർക്കും തന്നെ സംതൃപ്തരാണെന്ന മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുനർവിചിന്തനം നമുക്ക് ആവശ്യമുണ്ട്. വിപുലമായ ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിക്കുകയും അധ്യാപകരെ അനുമോദിക്കുകയും അവരുടെ നന്മകളെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വ്യഥകളെ അത് കേൾക്കാൻ നമുക്ക് കഴിയണം. അതിലുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവർ പറയുന്ന സത്യങ്ങളെ നമുക്ക് തിരിച്ചറിയണം. അവർ പറയുന്ന പരിഹാര നിർദ്ദേശങ്ങളെ നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ അധ്യാപനം എന്ന് പറയുന്ന ആ കല, അതിൻ്റെ ഗുണം നമ്മുടെ കുട്ടികൾക്ക് നേരാവണ്ണം അവർ അനുഭവിച്ചവരിലൂടെ മാറ്റങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇതൊരു കൃത്രിമമായ തൊഴിൽ മേഖലയിലായി അധ്യാപന മേഖലയും മാറും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഈ അധ്യാപക ദിനാഘോഷം അത്തരത്തിലുള്ളൊരു പുനർചിന്തകളിലേക്ക് സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയ സഹപ്രവർത്തകർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.